കേരളത്തിന്റെ ഭരണശിലാകേന്ദ്രത്തിന് അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രത്തിന് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ പുഞ്ചിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള സമര പരമ്പരയുടെ തുടക്കം തന്നെയാണ് ഈ പരിപാടി. അതിൽ ഒരു സംശയമില്ല. കേരളത്തിലെ 3.25 കോടി ജനങ്ങളെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ ഈ മുഖ്യമന്ത്രി പണയം വെച്ചത്. ഇതിനു മുമ്പ് ഒരിക്കലും കേരളീയ ജനത ഇത്രമാത്രം അപമാനിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കള്ളക്കടത്തിന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ ഭരണശിലാകേന്ദ്രം അന്താരാഷ്ട്ര കള്ളക്കടത്തിന്റെ ഗൂഢാലോചനയുടെ വേദിയായി മാറ്റപ്പെട്ടു എന്നതാണ് ഈ സംഭവത്തിന്റെ പ്രത്യേകത. അത് സമൂഹം ചർച്ച ചെയ്യുകയാണ്. ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം അത് തന്നെയാണ്. പിന്നെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ സാധാരണ ഭരണകൂടങ്ങൾ ചെയ്യാറുണ്ട്. അതിനെ സംബന്ധിച്ചൊരു വാക്കുണ്ട്, അതിർത്തിയിൽ വെടിപൊട്ടിയാൽ മനസ്സിലാക്കാം ഭരണകൂടം പ്രതിസന്ധിയിലാണ് എന്ന്. അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് കേരളത്തിലെ പ്രക്ഷുബ്ധമായ ഈ രംഗത്തേക്ക് കണ്ടെത്തിക്കുന്നത്. നമസ്കാരം. പിണറായി വിജയനെ കുത്തിനെ പിടിച്ച് പുറത്താക്കണമെന്നും കേരളത്തിന് നാണക്കേടാണ് അയാളെന്നും പറഞ്ഞ KS ഹംസയെയാണ് പൊന്നാനിയിൽ LDF ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഹംസ പിണറായിക്കെതിരെ നടത്തിയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത്. ഇതോടെ നിരവധി അഭ്യൂഹങ്ങളും ഇതിനെ ചൊല്ലി ഉയർന്നു വരുന്നുണ്ട്. അതേസമയം പൊന്നാനിയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി CPM ചുമക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അപമാനിച്ച KS ഹംസയെയാണ് എന്ന് VD സതീശനും പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ഹംസയും പിണറായിയെ അപമാനിച്ച ഹംസയെ ചുമക്കാൻ തയ്യാറാണോ എന്ന് CPM-ഉം വ്യക്തമാക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ലാവ്ലിൻ കേസ് അന്തിമ തീർപ്പിനായി മെയ് 1-ന് സുപ്രീം കോടതിയും കിഫ്ബി മസാല ബോണ്ട് ഇടപാട് 27-നും 28-ന് ED-യും പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ലാവ്ലിൻ കേസിലെ സാക്ഷിയും കിഫ്ബി CEO മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി AM എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് പദവി നൽകിയത് എന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗത്തിന് ക്യാബിനറ്റ് പദവി നൽകുന്നത് നിർണായകമായ 2 കേസുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മനുഷ്യ കവചം തീർക്കാനാണ്. സംസ്ഥാന ഖജനാവിൽ നിന്ന് ഭാരിച്ച പണം ചിലവഴിച്ചാണ് മുഖ്യമന്ത്രി സ്വന്തം തടി സംരക്ഷിക്കാൻ നോക്കുന്നത്. KM എബ്രഹാം ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശേഷം കിഫ്ബി CEO ആയി നിയമിക്കപ്പെട്ടപ്പോൾ പെൻഷൻ തുക കുറച്ച ശേഷമാണ് പുതിയ തസ്തികയിൽ ശമ്പളം നൽകേണ്ടിയിരുന്നത്. എന്നാൽ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ലഭിച്ചിരുന്ന 2.25 ലക്ഷം രൂപയേക്കാൾ 1/2 ലക്ഷം രൂപ കൂടി കൂട്ടി 2.25 ലക്ഷം രൂപയാണ് ശമ്പളം നൽകിയത്. 2019 മുതൽ എല്ലാവർക്കും 10% വർധനവുമുണ്ട്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ക്യാബിനറ്റ് പദവി നൽകിയത്. മന്ത്രിമാർക്ക് സമാനമായ ആനുകൂല്യങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് എന്നും സതീശൻ പറഞ്ഞു. കിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിച്ച 2150 കോടി രൂപ സമാഹരിച്ചത് 9.723% എന്ന കൊള്ളപ്പലിശയ്ക്കായിരുന്നു. ഇത് ആഭ്യന്തര വിപണിയിലെ പലിശയേക്കാൾ വളരെ കൂടുതലായിരുന്നു. വിദേശത്ത് മസാല ബോണ്ട് വാങ്ങിക്കൂട്ടിയത് ലാവ്ലിൻ കമ്പനിയുമായി അടുത്ത ബന്ധമുള്ള CDPQ എന്ന കമ്പനിയാണ്. മസാല ബോണ്ട് ഇടപാടിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ ഈ മാസം 27, 28 തീയതികളിലാണ് ED-ക്ക് മുന്നിൽ ഹാജരാകേണ്ടിയിരുന്നത്. ലാവ്ലിൻ കേസിൽ 72ാം സാക്ഷിയായി മുഖ്യമന്ത്രിക്കെതിരെ മൊഴി കൊടുത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വിരമിച്ച ഉടനെ തന്നെ കിഫ്ബി CEO ആയി നിയമിച്ചത് എന്ന ആക്ഷേപമുണ്ട്. ലാവ്ലിൻ കേസ് അന്തിമ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായം പിണറായി വിജയൻ അനിവാര്യമാണ് എന്നും VD സതീശൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ ഭരണശിലാകേന്ദ്രത്തിന് അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രത്തിന് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ പുഞ്ചിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള സമര പരമ്പരയുടെ തുടക്കം തന്നെയാണ് ഈ പരിപാടി. അതിൽ ഒരു സംശയമില്ല. കേരളത്തിലെ 3.25 കോടി ജനങ്ങളെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ ഈ മുഖ്യമന്ത്രി പണയം വെച്ചത്. ഇതിനു മുമ്പ് ഒരിക്കലും കേരളീയ ജനത ഇത്രമാത്രം അപമാനിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കള്ളക്കടത്തിന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ ഭരണശിലാകേന്ദ്രം അന്താരാഷ്ട്ര കള്ളക്കടത്തിന്റെ ഗൂഢാലോചനയുടെ വേദിയായി മാറ്റപ്പെട്ടു എന്നതാണ് ഈ സംഭവത്തിന്റെ പ്രത്യേകത. അത് സമൂഹം ചർച്ച ചെയ്യുകയാണ്. ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം അത് തന്നെയാണ്. പിന്നെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ സാധാരണ ഭരണകൂടങ്ങൾ ചെയ്യാറുണ്ട്. അതിനെ സംബന്ധിച്ചൊരു വാക്കുണ്ട്, അതിർത്തിയിൽ വെടിപൊട്ടിയാൽ മനസ്സിലാക്കാം ഭരണകൂടം പ്രതിസന്ധിയിലാണ് എന്ന്. അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് കേരളത്തിലെ പ്രക്ഷുബ്ധമായ ഈ രംഗത്തേക്ക് കണ്ടെത്തിക്കുന്നത്.